ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കാൽക്കുലസ് എഡ്യൂക്കേഷൻ. നമ്മളിന്ന് +1 എക്കണോമിക്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നാളെയാണ് നമ്മൾ എക്സാം. സോ പഠിച്ച് കഴിഞ്ഞ ആളുകളും ഇനി പഠിക്കാൻ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ബിക്കോസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തിയറി പോർഷൻ ആണ് അല്ലേ. 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ എക്കണോമിക്സ് ഉള്ളത്. ഫസ്റ്റ് ഇന്ത്യൻ എക്കണോമി, അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റിസ്റ്റിക്സും ആണല്ലേ. സോ സ്റ്റാറ്റി എന്ന് പറയുന്നത് കുറച്ച് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഫുൾ കംപ്ലീറ്റ്ലി തിയറി ആയിട്ടുള്ള ഭാഗമാണ്. സോ തിയറി നമ്മൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പഠിക്കേണ്ടത്, കുറേ ഉണ്ടാവില്ലേ, എല്ലാം പഠിക്കണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്താൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റീസൺ ഫോർ സ്റ്റാഗ്നേഷൻ. അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് അതൊരു 3 മാർക്കിനൊക്കെ നിങ്ങളോട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ആ കാര്യങ്ങളൊക്കെ എന്താക്കുക, ഈ ഒരു ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, അങ്ങനെ ആയിരിക്കും ചോദിക്കാം. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇമ്പാക്റ്റ് ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ്, എന്തായിരുന്നു ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ്, എത്രയായിരുന്നു ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ്, എത്രയായിരുന്നു ബർത്ത് റേറ്റ്, എങ്ങനെയായിരുന്നു ഡെത്ത് റേറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത്, ഇൻഫ്രാസ്ട്രക്ചർ. ആ സെയിം ചാപ്റ്ററിൽ ഉള്ളതാണ് ഏത്, ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. സോ ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ഒരു 4 ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇതിൽ റീസൺ ഫോർ സ്റ്റാഗ്നേഷൻ ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്, ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ. ജംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ്. സോ ആ ഒരു ഗോൾസ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കുക. 2 മാർക്കിനാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഗോൾസ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടി കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ടുള്ളതാണ് എന്ത്, ലാൻഡ് റീഫോം. ലാൻഡ് റീഫോംസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 3-4 മാർക്കിന് ചോദിക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഏത്, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഏത്, ഗ്രീൻ റെവല്യൂഷനെ പറ്റിയിട്ടുള്ളത്. അതൊരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതെന്താക്കുക, ഒരു ഷോർട്ട് നോട്ട് അതിൻ്റെ ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ നമുക്ക് ഏത്, IPR 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനെ പറ്റിയിട്ട് എന്താക്കുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു 2 ചാപ്റ്ററിൽ നിന്നും മാക്സിമം നിങ്ങൾക്ക് ഒരു 4 മാർക്കിനോ ഒക്കെ ചോദിക്കാനുള്ള മീൻസ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ചാൻസ് ഉള്ളത്. essay ക്വസ്റ്റ്യൻ ഒന്നും ഈ ഒരു 2 ചാപ്റ്ററിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണ്ട എന്നുള്ളത് പറയാം. ഓക്കെ, essay ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചു കാണാറില്ല. ചിലപ്പോൾ ഷോർട്ട് essay ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തതാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, LPG എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാപ്റ്റർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. 8 മാർക്കിൻ്റെ essay എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഏത്, LPG എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് റീഫോംസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ LPG എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് കൊണ്ടുവന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾ എന്താക്കുക, നമ്മൾ ചെറിയൊരു പോയിന്റ്സ് ആക്കിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് 4 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് LPG. അതിൽ ലിബറലൈസേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. 8 മാർക്കിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലിബറലൈസേഷനെ പറ്റിയിട്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്, ആ ഒരു കാര്യം അത് നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ലിബറലൈസേഷൻ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 8 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണത്. ഓക്കെ, മെയിനായിട്ട് ലിബറലൈസേഷൻ്റെ പോളിസി മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക. പിന്നെ പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അഥവാ അതാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO.
വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. അത് ചിലപ്പോൾ നിങ്ങളോടൊരു 3 മാർക്കിനോ അല്ലെങ്കിൽ ഒരു 2-4 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം അതെങ്ങനെ നോക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് LPG ആണ്. അതിൽ ലിബറലൈസേഷൻ്റെ പോളിസി മെഷേഴ്സ് നല്ല രീതിയിൽ തന്നെ നോക്കി വെക്കാം. ദെൻ നമ്മൾ അടുത്ത ചാപ്റ്റർ വരെയാണ് പോവർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലും പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററും നമുക്ക് SA ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. ഏത് പോവർട്ടി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഒരു പുവറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കോസസ് ഓഫ് പോവർട്ടി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോസസ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത്. ഒരു 4 മാർക്കിന് അല്ലെങ്കിൽ ഒരു 5 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം എന്തൊക്കെയാണ് പോവർട്ടിന്റെ കോസസ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പുവറും അതുപോലെ തന്നെ. പിന്നെ നമ്മൾ പോവർട്ടീനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അല്ലേ, അതൊരു ഗ്രാഫൊക്കെ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ചേണിങ് പുവർ, ഓൾവേസ് പുവർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതെന്താക്കുക ഒന്ന് നോക്കി വെക്കുക. എങ്ങനെയാണ് ആ ഗ്രാഫ് ഒന്ന് നോക്കി വെക്കുക. ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കുക പഠിക്കുക. ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാലേ. ഓക്കെ, പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് പ്രോഗ്രാം ആൻഡ് പോളിസീസ് ഓഫ് പോവർട്ടി അലിവിയേഷൻ. ഓക്കെ, 8 മാർക്കിന് നമുക്ക് എന്തായാലും ചോദിക്കും എന്ന് ഉറപ്പുള്ള ഒരു ഭാഗമാണ് ഏത് ഈ ഒരു പോവർട്ടി അലിവിയേഷൻ്റെ പ്രോഗ്രാംസും അതുപോലെ തന്നെ പോളിസീസും. നമ്മൾ 3 പഠിച്ചിട്ടുണ്ടില്ല, ഗ്രോത്ത് ഓറിയൻറ്റഡ്, മിനിമം ബേസിക് നീഡ്സ്, പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. അത് 3 എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് പഠിക്കുക, അതിൻ്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന പോളിസീസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ SA ക്വസ്റ്റ്യൻ ആണ്. അത് അങ്ങനെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്. അതിൽ ഏതെങ്കിലും ഒരു സോഴ്സിനെ പറ്റിയിട്ട് നിങ്ങളോട് ചോദിക്കാം. അത് നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു സോഴ്സ്. സോ എല്ലാ സോഴ്സസും എന്താക്കുക പഠിച്ചു വെക്കുക. അതിൽ ആ ഒരു ഭാഗം മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുള്ളൂ. ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ ഒരു 4 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ സോഴ്സസിനെ പറ്റിയിട്ട്. എല്ലാ സോഴ്സസും അല്ല, ഏതെങ്കിലും ഒരു സോഴ്സ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ ഹെൽത്ത് കെയർ ആയിരിക്കും, എഡ്യൂക്കേഷൻ ആയിരിക്കും, അങ്ങനെ ഏതെങ്കിലും ഒന്ന്. ഓക്കെ, ദെൻ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ അഗ്രികൾച്ചറിൻ്റെ മാർക്കറ്റിംഗ് സിസ്റ്റം ഒന്ന് നോക്കി വെക്കാം. അതിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത് മെഷേഴ്സ് ഇനീഷ്യേറ്റഡ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ. അതൊരു 5 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, പിന്നെ നമ്മൾ എംപ്ലോയ്മെൻറ്റിൻ്റെ ചാപ്റ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ വർക്കേഴ്സിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അത് എങ്ങനെയാണ് ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് 4 മാർക്കിനൊക്കെ. സോ അതൊന്ന് നോക്കി വെക്കാം. പിന്നെ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളതും നോക്കി വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. 8 മാർക്കിൻ്റെ SA ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. അതിൽ നിങ്ങൾ എൻവയോൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നല്ല രീതിയിൽ നോക്കി വെക്കുക. അതൊരു 4 മാർക്കിന് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതിൽ വരുന്നതാണ് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് 8 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ പറഞ്ഞ ലിബറലൈസേഷൻ നല്ല രീതിയിൽ നോക്കി വെക്കുക. 8 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഓഫ് പോവർട്ടി അലിവിയേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു SA ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയൊരു ഭാഗം എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ നിങ്ങൾ എന്താക്കുക ചൈനൻ്റെ ഡെവലപ്മെൻറ്റ് പാത്തും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഡെവലപ്മെൻറ്റ് പാത്തും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ ചൈനൻ്റെത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അത് രണ്ടും അറിഞ്ഞിരിക്കുക. പിന്നെ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ തമ്മിലുള്ള സിമിലാരിറ്റീസ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, 3 തമ്മിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പറയാൻ വേണ്ടി പറ്റും. നമ്മളൊരു ബോക്സ് ആക്കിയിട്ടൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയൊരു ഭാഗമാണ്. സോ ആ സിമിലാരിറ്റീസ് ഒന്ന് നോക്കി വെക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും ചോദിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സിമിലാരിറ്റീസ് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. സോ നിങ്ങൾ എന്താക്കുക ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു 3 ടേബിളായിട്ട് തന്നെ എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അത് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊരു 4 മാർക്കിന് അല്ലെങ്കിൽ ഒരു 5 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, ഈ ഒരു ടോപ്പിക്സ് ഒന്നും എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാം. ഓൾ ദ ബെസ്റ്റ്.